സജീവൻ, ഇതിലൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആര് മുഖ്യമന്ത്രിയാകുമെന്ന് പറയുന്നത് പോലെ ഇപ്പോൾ കെ സി വേണുഗോപാലാണ് മുഖ്യമന്ത്രിയെങ്കിൽ രമേശ് ചെന്നിത്തല ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയായി ആ ഫോർമുലയിൽ വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ടേം വെച്ചാണെങ്കിൽ ഒരു 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 ഘട്ടം കഴിയുമ്പോൾ വേണമെങ്കിൽ വി ഡി സതീശൻ രണ്ടാം ഘട്ടത്തിൽ മുഖ്യമന്ത്രിയാകുന്ന നില വരാം. ഒരു ഹൈപ്പോത്തറ്റിക്കലാണ്, ഒരു സാങ്കല്പികമായ ഫോർമുല സാധ്യത ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒന്നാമത്തതിനാണ് വലിയ സാധ്യതയെ എല്ലാവരും പറയുന്നത്, കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരുന്ന സാഹചര്യം. അങ്ങനെ വന്നാൽ ആ മന്ത്രിസഭയിൽ വി ഡി സതീശൻ ഉണ്ടാകുമോ? സജീവൻ എന്താണ് കരുതുന്നത്? വി ഡി സതീശന്റെ ശരിയായ രീതി അനുസരിച്ച്, അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം വികാരജീവിയായിട്ടുള്ള ഒരാളാണ്. ഒരു കാര്യത്തിൽ തീരുമാനം വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ നഷ്ടം തനിക്കാണ് നഷ്ടമെങ്കിൽ പോലും അതിൽ വിട്ടുവീഴ്ച ചെയ്യാത്തൊരു സ്വഭാവമാണ് സതീശനുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും സതീശൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട എന്നുള്ളതാണ് അദ്ദേഹവുമായിട്ട് അടുപ്പമുള്ള എല്ലാ ആളുകളോടും പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ MLA സ്ഥാനം പോലും ഒഴിവാക്കും എന്ന രീതിയിൽ, വേണമെങ്കിൽ കെ.സി. വേണുഗോപാൽ ഇവിടെ മത്സരിച്ചോട്ടെ, പറവൂരിൽ മത്സരിച്ചോട്ടെ എന്ന രീതിയിൽ വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചില അടുത്ത സുഹൃത്തുക്കളോട്. അപ്പം അങ്ങനെയുള്ള ഒരു രീതിയാണ്. അതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന് വരാൻ പോകുന്ന വലിയ അപകടമാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പ് ഒന്നല്ലല്ലോ, രണ്ടെണ്ണം വരാനുണ്ട്. ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും സതീശനെ പോലെ ഒരാൾ വിട്ടു നിൽക്കുന്നു എന്ന് പറയുന്നു. ലീഗ് സതീശനോടൊപ്പം, സതീശന് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്ന ലീഗുകാര് അവരും ഒന്ന് ഇടഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും വലിയ തകർച്ചയായിട്ട് മാറും. ഇപ്പൊ 102 സീറ്റ് കിട്ടിയിട്ടുള്ള കോൺഗ്രസിന്, UDF-ന് അത് ആ 102 സീറ്റിന് ശോഭ ഇല്ലാതാകും എന്ന് മാത്രമല്ല വലിയ ഒരു തിരിച്ചടി. പിന്നീട് ജനങ്ങൾ ഒരിക്കൽ പോലും ഇവരെ അധികാരത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന രീതിയിലേക്കുള്ള ഒരവസ്ഥ കൂടി ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോ ശ്രീലാൽ പറഞ്ഞ വളരെ ശരിയാണ്. ഈ കെ.സി. വേണുഗോപാലിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് രാഹുൽ ഗാന്ധി പോകാൻ സാധ്യതയില്ല. ഒന്നാമത്തെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് ഇനി സംഘടനാ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഇതേപോലെ തുടരാൻ കഴിയില്ല, ഈ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയിട്ട് നിൽക്കാൻ പറ്റില്ല. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ചില വലിയ ആരോപണങ്ങൾ ഉത്തരേന്ത്യയിൽ ലോബി നടത്തുന്നുണ്ട്. ഉത്തരേന്ത്യക്കാരനായിട്ടുള്ള ഒരു സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി വേണമെന്നുള്ള ആവശ്യം ശക്തമായിട്ട് വരുന്നുണ്ട്. അപ്പൊ കെ.സി. വേണുഗോപാൽ ഒന്നുകിൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയിട്ടോ അല്ലെങ്കിൽ വെറും ഒരു ജനറൽ സെക്രട്ടറി ആയിട്ടോ ദീപാദാസ് മുൻഷിയെ പോലെയൊക്കെ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത് അദ്ദേഹത്തിന് ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അതിന് പകരമായിട്ടാണ് അദ്ദേഹത്തിന് കുറെ കൂടി നഷ്ടം വരാത്ത, അല്ലെങ്കിൽ കുറച്ചുകൂടി ലാഭം ഉണ്ടാവുന്ന ലാഭം. ശരി, അതിൽ ഒരു ഭാഗം ഇപ്പോൾ ശ്രീ സജീവൻ പറഞ്ഞു. അതായത് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ വി ഡി സതീശൻ്റെ ഒരു രീതിയും പ്രകൃതവും വെച്ച് അദ്ദേഹം മന്ത്രിയാകാൻ സന്നദ്ധനാകാൻ ഇടയില്ല, മാറി നിൽക്കാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇരുവർക്കുമിടയിൽ അല്ലെങ്കിൽ ഈ രണ്ട് വിഭാഗത്തിനുമിടയിൽ രാഷ്ട്രീയ വൈരം വർദ്ധിച്ചിരിക്കുകയല്ലേ താഴെ തട്ട് വരെ. ഞാൻ നേരത്തെ ശ്രീലാലിനോട് ചോദിച്ചതുപോലെ ഇപ്പോൾ ഒരു ലീഗ് പ്രവർത്തകൻ അല്ലെങ്കിൽ വളരെ ശക്തനായൊരു ലീഗ് വിശ്വാസിയായിട്ടൊരാൾ, മുസ്ലിം ലീഗ് വിശ്വാസിയായിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇരിക്കൂറും ഞങ്ങളുണ്ട് കേട്ടോ എന്നാണ്. എന്ന് വെച്ചാൽ കെ.സിയെ മുഖ്യമന്ത്രിയാക്കിയാൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇരിക്കൂറിലേക്ക് പോയാൽ മുസ്ലിം ലീഗ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞതിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഒന്നും സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം, ഇതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇരുവർക്കുമിടയിൽ, ആ വിഭാഗങ്ങൾക്കിടയിൽ സംഭവിച്ച രാഷ്ട്രീയ വൈരം വെച്ച് മുഖ്യമന്ത്രിയായി കെ.സി വരികയാണെങ്കിൽ ആ മന്ത്രിസഭയിൽ ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ച വി ഡി സതീശൻ ഉണ്ടാവാൻ പാടില്ല എന്നൊരു നിലപാട്, കർക്കശമായ നിലപാട് കെ.സി എടുക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ എടുക്കാൻ സാധ്യത കുറവാണ്. കാരണം ഈ പിണക്കി നിർത്തിയാൽ, സതീശനെ പിണക്കി നിർത്തിയാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അറിയാം. കാരണം നേരത്തെ ശ്രീലാലൊക്കെ പറഞ്ഞ പോലെ MLA അല്ലല്ലോ കെ.സി. വേണുഗോപാൽ. അദ്ദേഹത്തിന് MLA ആയിട്ട് മാറേണ്ടതുണ്ട്, അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ ആ തെരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടതാണ്, ഈ സതീശന് വേണ്ടിയിട്ട് ഇരിക്കൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, ഇരിക്കൂർ, പേരാവൂര്, കണ്ണൂര് ഉൾപ്പെടെ ആ ബെൽറ്റിൽ നടന്നിട്ടുള്ള പ്രകടനങ്ങളിൽ നല്ലൊരു ശതമാനം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കൂടിയുണ്ട്. അവരാണ് പറയുന്നത്, ഇവിടെ സജി ജോസഫിനെ ജയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാമെങ്കിൽ അതേപോലെ തന്നെ വേറെ ആളുകൾ തോൽപ്പിക്കാനും അറിയാം എന്ന് പറയുന്നത് ലീഗിന്റെ ആളുകൾ കൂടിയുണ്ട്. അവർ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാവുന്ന ആളുകൾ. അപ്പൊ ലീഗിനെ പിണക്കൽ കൂടിയായിട്ട് മാറും അത്. സതീശൻ വേണ്ടെന്ന് പറയുമ്പോൾ, സതീശൻ ഏതെങ്കിലും ഒരു വകുപ്പ് എടുത്തുകൊണ്ട്, ഇപ്പൊ ഏതെങ്കിലും ഏറ്റവും കുറഞ്ഞ വകുപ്പ് എടുത്തുകൊണ്ട് നിൽക്കാം എന്ന് പറഞ്ഞാൽ പോലും സതീശൻ വേണ്ട എന്ന നിലപാട് കെ.സി. വേണുഗോപാൽ എടുക്കാൻ സാധ്യത വളരെ കുറവാണ്. എടുത്താൽ അത് ആത്മഹത്യാപരമാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ശരി.